Draw triangles with sides as given below and draw circumcircle of each. Note the change in the position of the circumcenter. ചുവടെ പറയുന്ന അളവുകളുള്ള ത്രികോണങ്ങൾ വരച്ച് അവ ഓരോന്നിൻ്റെയും പരിവൃത്തം വരയ്ക്കുക. പരിവൃത്ത കേന്ദ്രത്തിന്റെ സ്ഥാനം മാറുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, two sides of length 4 cm and 5 cm and the angle between them 60 degree. അതായത് രണ്ട് വശങ്ങൾ 4 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും അതിനിടയിൽ വരുന്ന ആംഗിൾ 60 ഡിഗ്രിയുമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. എന്നിട്ട് അതിന് ഒരു സർക്കിൾ, അതായത് അതിൻ്റെ വെർട്ടിസസിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊരു സാമ്പിൾ ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിളിന് ABC എന്ന് നെയിം ചെയ്യാം. അപ്പോൾ ഒരു സൈഡ് 4 സെൻറ്റിമീറ്ററും ഒരു സൈഡ് 5 സെൻറ്റിമീറ്ററും ഈ രണ്ട് സൈഡ്സിനും ഇടയിൽ വരുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് AB എന്ന സൈഡ് വരയ്ക്കാം. AB എന്ന സൈഡ് 4 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ്. സോ നമുക്ക് റൂളർ എടുത്തിട്ട് 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിൽ AB എന്ന് നെയിം ചെയ്യാം. ഇനി AC എന്ന സൈഡ് വരയ്ക്കാം. AC എന്ന സൈഡ് 5 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ്, പക്ഷേ എയിൽ നിന്നും 60 ഡിഗ്രി ആംഗിൾ ആണ് അല്ലേ. അപ്പോൾ നമുക്കൊരു പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ എയിലും പ്രൊട്രാക്ടറിലെ 0 ഈ AB എന്ന സൈഡിലും വരുന്ന വിധത്തിൽ വയ്ക്കാം. എന്നിട്ട് ആ 0യിൽ നിന്നും 60 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച് എയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ 60 ഡിഗ്രി ആംഗിളുള്ള ലൈൻ കിട്ടി. പക്ഷേ എസിക്ക് 5 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ എയിൽ നിന്നും 5 സെൻറ്റിമീറ്റർ ഒരു റൂളർ വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം. എന്നിട്ട് ആ പോയിന്റിന് C എന്ന് നെയിം ചെയ്യാം. ഓക്കെ, ഇനി സിയും ബിയും കൂടി ജോയിൻ ചെയ്താൽ നമ്മുടെ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. ഇനി ഈ ട്രയാങ്കിളിന് നമ്മൾ എന്ത് വരയ്ക്കണം? ഒരു സർക്കിൾ വരയ്ക്കണം അല്ലേ. സർക്കിൾ വരയ്ക്കണമെങ്കിൽ സെൻറ്റർ കണ്ടുപിടിക്കണം അല്ലേ. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഈ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് സൈഡ്സിന് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കണം. അപ്പോൾ ആദ്യം നമുക്ക് AB എന്ന സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് AB എന്ന സൈഡിൻ്റെ പകുതിയിലേറെ ലെങ്ത്തുള്ള ഇഷ്ടമുള്ള ഒരു കോമ്പസ് ലെങ്ത് എടുത്തിട്ട് കോമ്പസിൻ്റെ നീഡിൽ Aയിൽ വെച്ചിട്ട് മേലെ ഒരു ആർക്ക് വരയ്ക്കാം, താഴെ ഒരു ആർക്ക് വരയ്ക്കാം. കോമ്പസിൻ്റെ നീഡിൽ Bയിൽ വെച്ചിട്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കാം, മേലെ ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ AB എന്ന സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറായി. ഇനി നമുക്ക് AC എന്ന സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരു കോമ്പസ് ലെങ്ത്, ഈ AC എന്ന സൈഡിൻ്റെ പകുതിയിലേറെ ലെങ്ത്തുള്ള ഇഷ്ടമുള്ള ഒരു കോമ്പസ് ലെങ്ത് എടുത്തിട്ട് കോമ്പസിൻ്റെ നീഡിൽ Aയിൽ വെച്ചിട്ട് മേലെ ഒരു ആർക്ക് വരയ്ക്കാം, താഴെ ഒരു ആർക്ക് വരയ്ക്കാം. പിന്നെ സിയിൽ വെച്ചിട്ടും കോമ്പസിൻ്റെ നീഡിൽ സിയിൽ വെച്ചിട്ടും മേലെ ഒരു ആർക്ക് വരയ്ക്കാം, താഴെ ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ AC എന്ന ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സായി. ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും കൂടി ജോയിൻ ചെയ്യുന്ന പോയിന്റാണ് എന്ത്? സർക്കംസെൻറ്റർ. അത് നമുക്ക് O എന്ന് കൊടുക്കാം. അപ്പോൾ സെൻറ്റർ കിട്ടിയത് നമുക്ക് ഇനി സർക്കിൾ വരയ്ക്കാം അല്ലേ. അപ്പോൾ കോമ്പസിൻ്റെ നീഡിൽ ഈ സെൻറ്ററിൽ വയ്ക്കുക, Oയിൽ വയ്ക്കുക. കോമ്പസിൻ്റെ പെൻസിൽ എവിടെ വെക്കണം? ഏതെങ്കിലും ഒരു വെർട്ടിസസിൽ വെക്കാം. ഞാനിവിടെ C എന്ന വെർട്ടെക്സിലാണ് വെക്കുന്നത് കോമ്പസിൻ്റെ പെൻസിൽ. എന്നിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക, റേഡിയസ് മാറാതെ ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഈ സർക്കിളാണ് എന്ത്? ഈ ട്രയാങ്കിൾ ABCയുടെ സർക്കിൾ. കൂടാതെ ഇത് എയിലൂടെയും ബിയിലൂടെയൊക്കെ പാസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എവിടെയാണ്? സെൻറ്റർ വരുന്നത് ഈ ട്രയാങ്കിളിന് അകത്ത് തന്നെയാണ് അല്ലേ. സോ നമുക്കെന്ത് പറയാം? ദ സെൻറ്റർ O is inside this triangle. Second question, two sides of length 4 cm, 5 cm, the angle between them 120 degree. അതായത് രണ്ട് സൈഡ്സ് 4 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും ആണ്. കൂടാതെ അവയ്ക്കിടയിൽ വരുന്ന ആംഗിൾ 120 ഡിഗ്രിയുമായിട്ടുള്ള ട്രയാങ്കിൾ വരച്ചിട്ട് അതിന് സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു സാമ്പിൾ ട്രയാങ്കിൾ വരയ്ക്കാം. ഇതിന് ABC എന്ന് നെയിം ചെയ്യാം. AB 4 സെൻറ്റിമീറ്ററും AC 5 സെൻറ്റിമീറ്ററും ആയിട്ട് എടുക്കാം. ഈ രണ്ട് സൈഡ്സിന് ഇടയിൽ വരുന്ന ആംഗിൾ 120 ഡിഗ്രിയുമായിട്ടുള്ള ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് AB എന്ന സൈഡ് വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു റൂളർ എടുത്തിട്ട് 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് AB എന്ന് നെയിം ചെയ്യാം. ഇനി AC എന്ന സൈഡ് വരയ്ക്കാം. AC എന്ന സൈഡ് എയിൽ നിന്നും 120 ഡിഗ്രി ആംഗിളിലാണ് അല്ലേ. സോ എയിൽ നമ്മൾ 120 ഡിഗ്രി ആംഗിളിലുള്ള ഒരു ലൈൻ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ എയിലും പ്രൊട്രാക്ടറിലെ 0 AB എന്ന ലൈനിൽ വരുന്ന വിധത്തിലാണ് വെക്കേണ്ടത്. ഇനി ഈ 0യിൽ നിന്നും നമുക്ക് 120 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 80, 100, 120 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച് എയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ 120 ഡിഗ്രി ആംഗിളുള്ള ലൈനായി. പക്ഷേ ACക്ക് 5 സെൻറ്റിമീറ്റർ ലെങ്ത്താണ് വേണ്ടത്. സോ എയിൽ നിന്നും ഒരു റൂളർ വെച്ചിട്ട് എയിൽ നിന്നും 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റാണ് C. ഇനി
സിയും ബിയും കൂടി ജോയിൻ ചെയ്താൽ എന്തായി? ട്രയാങ്കിൾ ABC കംപ്ലീറ്റ് ആയി. ഇനി ഇതിനൊരു സർക്കം സർക്കിൾ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് സർക്കം സെൻറ്റർ കണ്ടുപിടിക്കണം അല്ലേ? സർക്കം സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിലെ ഏതെങ്കിലും 2 സൈഡ്സിന് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കണം. അപ്പോൾ ഞാൻ ആദ്യം AB എന്ന സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരു കോമ്പസ് ലെങ്ത് എടുക്കുക. അതായത് AB എന്ന സൈഡിൻ്റെ പകുതിയിലേറെ ലെങ്ത് ഉള്ള ഒരു കോമ്പസ് ലെങ്ത് എടുത്തിട്ട് കോമ്പസിന് നീഡിൽ Aയിൽ വെച്ചിട്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കാം, മേലെ ഒരു ആർക്ക് വരയ്ക്കാം. ഇനി കോമ്പസിൻ്റെ നീഡിൽ Bയിൽ വെച്ചിട്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കാം, മേലെ ഒരു ആർക്ക് വരയ്ക്കാം. ഈ 2 ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ AB എന്ന സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറായി. ഇനി നമുക്ക് AC എന്ന സൈഡിനും കൂടി ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരു കോമ്പസ് ലെങ്ത് എടുക്കാം. അതായത് AC എന്ന ലൈനിൻ്റെ പകുതിയിലേറെ ലെങ്ത് ഉള്ള ഒരു കോമ്പസ് ലെങ്ത് എടുക്കാം. എന്നിട്ട് കോമ്പസിൻ്റെ നീഡിൽ Aയിൽ വെച്ചിട്ട് മേലെ ഒരു ആർക്ക് വരയ്ക്കാം, താഴെ ഒരു ആർക്ക് വരയ്ക്കാം. ഇനി കോമ്പസിൻ്റെ നീഡിൽ Cയിൽ വെച്ചിട്ട് മേലെ ഒരു ആർക്ക് വരയ്ക്കാം, താഴെ ഒരു ആർക്ക് വരയ്ക്കാം. ഈ 2 ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ എന്തായി? AC എന്ന സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറായി. അപ്പോൾ ഈ 2 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് എന്ത്? O, അതായത് സർക്കം സെൻറ്റർ അല്ലേ? അപ്പോൾ ഈ സെൻറ്റർ ഇതിൽ കോമ്പസിൻ്റെ നീഡിൽ വെക്കാം. കോമ്പസിൻ്റെ പെൻസിൽ എവിടെ വെക്കണം? ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ, അതായത് Aയിലോ Bയിലോ Cയിലോ വെക്കാം. ഞാനിവിടെ Cയിലാണ് വെക്കുന്നത്. എന്നിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ സർക്കിളാണ് എന്ത്? സർക്കം സർക്കിൾ. ട്രയാങ്കിൾ ABCയുടെ സർക്കം സർക്കിൾ. ഇത് Aയിലൂടെയും Bയിലൂടെയൊക്കെ പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ O വരുന്നത്, അതായത് സർക്കം സെൻറ്റർ വരുന്നത് എവിടെയാണ്? ഈ ട്രയാങ്കിളിന് പുറത്താണ് വരുന്നത് അല്ലേ? സോ ഹിയർ ദ സർക്കം സെൻറ്റർ ഈസ് ഔട്ട്സൈഡ് ദ ട്രയാങ്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 sides of length 4 cm and 5 cm, the angle between them 90 degree. 2 വശങ്ങൾ 4-5 സെൻറ്റിമീറ്ററും ചേരുന്ന കോണ് 90 ഡിഗ്രിയുമായിട്ടുള്ള ട്രയാങ്കിൾ വരച്ചിട്ട് അതിന് സർക്കം സർക്കിൾ വരയ്ക്കണം അല്ലേ? അപ്പോൾ ആദ്യം ഒരു സാമ്പിൾ ട്രയാങ്കിൾ വരയ്ക്കാം. ഇതിനെ ABC എന്ന് നെയിം ചെയ്യാം. അപ്പോൾ 2 സൈഡ്സ് എന്താ? 4 cm 5 cm ആണ്. അപ്പോൾ AB 4 cm AC 5 cm ആയിട്ട് എടുക്കാം. ഇനി ഈ 2 സൈഡ്സിന് ഇടയിൽ വരുന്ന ആംഗിളാണ് 90 ഡിഗ്രി അല്ലേ? അപ്പോൾ ABയുടെയും ACയുടെയും ഇടയിൽ വരുന്ന ആംഗിൾ, അതായത് ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു ട്രയാങ്കിളാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് AB എന്ന സൈഡ് വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് റൂളർ എടുത്തിട്ട് 4 cm മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് AB എന്ന് നെയിം ചെയ്യാം. ഇനി AC എന്ന സൈഡ് വരയ്ക്കാം. AC എന്ന സൈഡ് Aയിൽ നിന്നും 90 ഡിഗ്രി ആംഗിളാണ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് Aയിൽ നിന്നും 90 ഡിഗ്രി ആംഗിളുള്ള ഒരു ലൈൻ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ Aയിലും പ്രൊട്രാക്ടറിലെ 0 AB എന്ന സൈഡിലും വരുന്ന വിധത്തിൽ വയ്ക്കാം. എന്നിട്ട് ആ 0യിൽ നിന്നും 90 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 80, 90 വരുന്നത് ഇവിടെയാണ്. സോ നമുക്കവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്ന് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച് Aയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ 90 ഡിഗ്രി ആംഗിളുള്ള ലൈനായി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാലും മതി കേട്ടോ Aയിൽ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു റൈറ്റ് ആംഗിളിലുള്ള സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ടോ അങ്ങനെ വേണമെങ്കിലും പെർപെൻഡിക്കുലർ വരയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെർപെൻഡിക്കുലർ വരയ്ക്കാം കേട്ടോ. ഇനി AC 5 cm ലെങ്ത് ആണുള്ളത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൂളർ എടുത്തിട്ട് Aയിൽ നിന്ന് 5 cm മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അതാണ് C. ഇനി Cയിൽ നിന്ന് Bയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ട്രയാങ്കിൾ ABC കംപ്ലീറ്റ് ആയി. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർക്കം സർക്കിൾ വരയ്ക്കണം. സർക്കം സർക്കിൾ വരയ്ക്കാൻ സർക്കം സെൻറ്റർ കണ്ടുപിടിക്കണം. സർക്കം സെൻറ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും 2 സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് AB എന്ന സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു കോമ്പസ് ലെങ്ത് എടുക്കാം. ഈ AB എന്ന സൈഡിൻ്റെ പകുതിയിലേറെ ലെങ്ത് വരുന്ന ഇഷ്ടമുള്ളൊരു കോമ്പസ് ലെങ്ത് എടുക്കാം. എന്നിട്ട് കോമ്പസിൻ്റെ നീഡിൽ Aയിൽ വെച്ചിട്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കാം, മേലെ ഒരു ആർക്ക് വരയ്ക്കാം. പിന്നെ കോമ്പസിൻ്റെ നീഡിൽ Bയിലും വെച്ചിട്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കാം, മേലെ ഒരു ആർക്ക് വരയ്ക്കാം. ഈ 2 ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ എന്തായി? AB എന്ന സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറായി. ഇനി AC എന്ന സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ളൊരു കോമ്പസ് ലെങ്ത് എടുക്കാം. അതായത് AC എന്ന സൈഡിൻ്റെ പകുതിയിലേറെ ലെങ്ത് ഉള്ള ഒരു കോമ്പസ് ലെങ്ത് എടുക്കാം. എന്നിട്ട് കോമ്പസിൻ്റെ നീഡിൽ Aയിൽ വെച്ചിട്ട് മേലെ ഒരു ആർക്ക് വരയ്ക്കാം, താഴെ ഒരു ആർക്ക് വരയ്ക്കാം. പിന്നെ Cയിലും കോമ്പസിൻ്റെ നീഡിൽ വെച്ചിട്ട് മേലെ ഒരു ആർക്ക് വരയ്ക്കാം, താഴെ ഒരു ആർക്ക് വരയ്ക്കാം. ഈ 2 ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ AC എന്ന സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറായി. അപ്പോൾ ഈ 2 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് O, അതായത് സർക്കം സെൻറ്റർ. ഓക്കെ, ഇനി ഒരു കോമ്പസ് എടുത്തിട്ട് കോമ്പസിൻ്റെ നീഡിൽ ഈ സെൻറ്ററിലും, അതായത് Oയിലും, കോമ്പസിൻ്റെ പെൻസിൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സ് ABC എന്നതിൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ വെക്കാം. ഞാനിവിടെ C എന്ന വെർട്ടെക്സിലാണ് വെക്കാൻ പോകുന്നത്. എന്നിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പോൾ ഇതാണ് സർക്കം സർക്കിൾ. ഇത് Aയിലൂടെയും Bയിലൂടെയും Cയിലൂടെയൊക്കെ പാസ് ചെയ്യും. പിന്നെ സർക്കം സെൻറ്റർ എവിടെയാണ്? സർക്കം സെൻറ്റർ എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലാണ് അല്ലേ? BC എന്ന സൈഡിലാണ്.
അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദ സർക്കിൾ ഈസ് ഓൺ എ സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ.